നോർത്ത് ഡയറക്ഷനിൽ തലവെച്ച് കിടന്നാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുകയും നോർത്ത് ഡയറക്ഷനിൽ തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ ധനവരവ് തടസ്സപ്പെടുമെന്ന് ഉദ്ദേശം. കാര്യം വേറൊന്നും കൊണ്ടല്ല, വെസ്റ്റിൽ തലവെച്ച് കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ? വെസ്റ്റിൽ തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു രണ്ട് രീതിയിലാണ് മന്ദത വരും എന്നുള്ളത് ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ധാരാളിയായി മാറും. വിധിക്ക് വരുന്ന അവസ്ഥയിൽ നമ്മൾ ബെഡ് പൊസിഷൻ ചെയ്യുമ്പോൾ ചില സമയത്ത് നോർത്ത് ഈസ്റ്റിൽ തല വരുന്നതായിട്ട് വരും. നോർത്ത് ഈസ്റ്റിൽ തല വന്നു കഴിഞ്ഞാൽ ഹായ് നമസ്കാരം, വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായം ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു സൈറ്റിൽ വെച്ചായത് വേറൊന്നും കൊണ്ടല്ല. പലപ്പോഴും നമ്മൾ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ബെഡ്റൂംസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബെഡിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞാൽ വീണ്ടും ആൾക്കാർക്കത് സംശയമാണ്. അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കും, ഇപ്പം നിങ്ങൾ ആ റോങ് ഡയറക്ഷനിൽ തലവെച്ച് കിടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കും. അപ്പം അത് ഒന്ന് വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മളെപ്പോഴും വാസ്തു പ്രകാരം ഒരു ബെഡിനെ പൊസിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗത്തിൽ തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൗത്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റിൽ തലവെച്ച് കിടക്കാൻ പറയും. ഇനി മറ്റ് ഡയറക്ഷൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ഇപ്പോൾ നോർത്ത് ഡയറക്ഷനിൽ തലവെച്ച് കിടന്നാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുകയും ഒപ്പം തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അത് ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് ബാധിക്കും. നമ്മൾ ആ ഡയറക്ഷനിൽ നോർത്ത് ഡയറക്ഷനിൽ തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ ധനവരവ് തടസ്സപ്പെടുമെന്ന് ഉദ്ദേശം. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവാണെന്ന് പറയും. നമ്മുടെ ഉള്ളിലുള്ള പല ആഗ്രഹങ്ങളെയും നമ്മൾ നടപ്പിൽ വരുത്തുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ നോർത്ത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മാഗ്നറ്റിക് ഇതിന് എർത്തിൻ്റെ മാഗ്നറ്റിസവുമായിട്ട് അലൈൻ ചെയ്ത് വരുന്നത് കൊണ്ട് റിപ്പൽഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ഫ്ലോയിനെ അത് ബാധിക്കും. ഇങ്ങനെ ഒരുപാട് റിസർച്ചുകൾ ഇതിൻ്റെ പുറത്തുണ്ട്. അപ്പം ഒരിക്കലും നമ്മൾ നോർത്തിലേക്ക് തലവെച്ച് കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. അപ്പം ഈസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഈസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് വെസ്റ്റിൽ തലവെച്ച് കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ? വെസ്റ്റിൽ തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു രണ്ട് രീതിയിലാണ് മന്ദത വരും എന്നുള്ളത് ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ധാരാളിയായി മാറും എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. ധാരാളിയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല റിസോഴ്സുകളെയും നിങ്ങൾ ഓവർ യൂട്ടിലൈസ് ചെയ്യുകയും നിങ്ങൾക്ക് റിസോഴ്സ് ഷോർട്ടേജ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടം വരും. മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ മന്ദത എന്ന് പറയുന്ന കാര്യം. മന്ദത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു സ്ലോ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നോർത്ത് ഈസ്റ്റ് അത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. കാരണം വേറൊന്നുമല്ല, ചില സമയങ്ങളിൽ വിധിക്ക് വരുന്ന അവസ്ഥയിൽ നമ്മൾ ബെഡ് പൊസിഷൻ ചെയ്യുമ്പോൾ ചില സമയത്ത് നോർത്ത് ഈസ്റ്റിൽ തല വരുന്നതായിട്ട് വരും. നോർത്ത് ഈസ്റ്റിൽ തല വന്നു കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് കിടക്കുമ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ടോട്ടലി നില്ലായി മാറും. അപ്പം നമുക്ക് ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ കഴിവ് അത് ഇല്ലാതാക്കുന്നു. ഒപ്പം തന്നെ നല്ല തീരുമാനങ്ങളില്ലെങ്കിൽ നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. അപ്പോൾ നോർത്ത് ഈസ്റ്റ് തലപ്പോൾ പലരും വിധിക്ക് വീടുകളിൽ കഴിയുന്നത് ശ്രദ്ധിക്കുക. അറിയാതെങ്ങാനും നോർത്ത് ഈസ്റ്റിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് തിരിച്ച് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുക. അപ്പം വേറൊരു ചോദ്യം വരും, സൗത്ത് വെസ്റ്റ് തലവെച്ച് കിടന്നാൽ എങ്ങനെയാണ്? കന്നിമൂല ഭാഗത്ത് തലവെച്ച് കിടന്ന് സൗത്തിൽ തലവെച്ച് കിടക്കാമെന്ന് ഞാൻ പറഞ്ഞു. കന്നിമൂല ഭാഗത്ത് തലവെച്ച് കിടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കന്നിമൂല ഭാഗത്ത് തലവെച്ച് കിടക്കുകയാണ്. കന്നിമൂല എന്ന് പറയുമ്പോൾ ഈ വിധിക്ക് വരുന്നെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. കന്നിമൂല ഭാഗത്ത് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ എണീക്കാൻ തോന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ പെട്ടെന്ന് ആവശ്യത്തിന് ഉറക്കം കിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് ആ ഉറക്കം പൂർണ്ണത വരുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ഈ ബെഡ് പൊസിഷനുമായിട്ടുണ്ട്. അപ്പോൾ ബെഡ് പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. കാര്യം നേരത്തെ പ്ലാൻ ചെയ്ത് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ സൈറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബെഡ് പൊസിഷൻ നിശ്ചയിക്കാതെ ഇരുന്ന് നമ്മളങ്ങ് കെട്ടിപ്പോയിട്ട് പിന്നെ വയറിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരികയും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം പലപ്പോഴും ഇപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയാണ് ബെഡ് പൊസിഷൻ അവരങ്ങ് തീരുമാനിക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ചെയ്ത് വയ്ക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വാസ്തുപരമായിട്ട് കറക്റ്റായി വരണം എന്നില്ല. പിന്നെ വീണ്ടും റീവയറിങ് ഒരുപാട് ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാര്യം സൗത്തിൽ തല വയ്ക്കുന്നതിന് പകരം തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ട് ബെഡ് സ്വിച്ച് വയ്ക്കുകയും വീണ്ടും ഇതെല്ലാം മാറ്റേണ്ടി വരുന്നൊരു ഘട്ടം വരുന്നൊക്കെ ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരം സിറ്റുവേഷനിൽ ശ്രദ്ധിക്കാം.
ആദ്യമേ തന്നെ നമ്മളത് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്ത് കൃത്യമായി ബെഡ് പൊസിഷൻ അനുസരിച്ചിട്ട് വേണം ബെഡ്റൂമിൻ്റെ ഹോൾ ഡിസൈൻ നമ്മൾ കൊണ്ടുവരാനായിട്ട്. ബെഡ് പൊസിഷൻ ആദ്യം ഡിസൈഡ്. പലപ്പോഴും ഒരു ബെഡ്റൂം വരച്ച് വെച്ചിട്ട് ബെഡിനെ അതിനകത്തോട്ട് കൊണ്ടുപോകാൻ നോക്കും. അങ്ങനെയല്ല, ബെഡ് എവിടെ ഇടും എന്നുള്ളതിൻ്റെ ഡിസിഷൻ എടുത്തതിന് ശേഷം വേണം ആ ബെഡ്റൂമിന് നമ്മൾ കൃത്യമായി വരച്ച് കൊണ്ടുവരേണ്ടത്. ഇത്രയും പറഞ്ഞ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.